എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രാജ്മ കറിയുടെ റെസിപ്പിയുമായാണ്, അതായത് കിഡ്നി ബീൻസ്. ഇതിൻ്റെ ഹിന്ദി വേർഡാണ് രാജ്മ. മനുഷ്യൻ്റെ കിഡ്നിയുമായി നിറത്തിലും രൂപത്തിലും സാമ്യമുള്ളതിനാലാണ് ഈ പേര് വന്നത്. ധാരാളം അയേണും ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുള്ള ഇവ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയ കിഡ്നി ബീൻസ് കഴിക്കുന്നത് തൊലിപ്പുറത്ത് ചുളിവുണ്ടാകാതിരിക്കാനും സഹായിക്കുന്നു. ഇത് നന്നായി വേവിച്ചിട്ടാണ് കഴിക്കേണ്ടത്. ഞാനിവിടെ 1 ഗ്ലാസ് രാജ്മയാണ് എടുത്തിരിക്കുന്നത്. തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. നമുക്കിവിടെ ലഭിക്കുന്നത് നല്ല വേവുള്ള രാജ്മയായതിനാൽ 8 മുതൽ 10 മണിക്കൂർ വരെയെങ്കിലും കുതിർത്ത് വയ്ക്കണം. പിറ്റേ ദിവസം നന്നായി കഴുകിയെടുത്ത രാജ്മയിലേക്ക് 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കാം. ഒരു വിസിൽ വന്നാൽ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ച ശേഷം ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 6 വിസിൽ വന്നാലും മതി. മറ്റുള്ള പയർവർഗ്ഗങ്ങൾ വേവിച്ച് വറുത്തിട്ട് കഴിക്കുന്നത് പോലെ രാജ്മ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനാൽ തക്കാളിയും സവാളയും വഴറ്റി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്കായി 2 മീഡിയം സൈസ് സവാള, 3 ചെറിയ തക്കാളി, വലിയതാണെങ്കിൽ 2 തക്കാളി മതി, 1 കഷ്ണം ഇഞ്ചി, 6-7 വെളുത്തുള്ളി അല്ലി, 2 പച്ചമുളക് എന്നിവയാണ് വേണ്ടത്. സവാള ചെറുതായി അരിഞ്ഞു വയ്ക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തക്കാളി ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വയ്ക്കണം. കുറച്ച് കഴിഞ്ഞാൽ തൊലി വേഗം പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് മിക്സിയുടെ ജാറിൽ ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതിനാൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, അതായത് ക്യുമിൻ സീഡ് ചേർക്കാം, പെരുംജീരകമല്ല. ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ച സവാളയും ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയും ചേർക്കാം. സവാളയിലേക്ക് ആവശ്യമായ ഉപ്പും ചേർക്കാം. സവാള നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു കളറിന് വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകം ഇവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. ഗരം മസാലയ്ക്ക് പകരം രാജ്മ മസാല കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാം. മസാലയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അരച്ചു വെച്ച ടൊമാറ്റോ പൾപ്പ് ചേർക്കാം. നന്നായി ഇളക്കി കുറച്ചു നേരം അടച്ചു വയ്ക്കാം. തക്കാളി വാടി എണ്ണ തെളിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച രാജ്മ ചേർത്ത് കൊടുക്കാം. രാജ്മ എത്ര വേവിച്ചാലും വെന്ത് ഉടയുകയൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും കയ്യിലോ മറ്റോ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കണം. ചാറിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിന് ആവശ്യക്കാർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി കുറച്ച് സമയം വെച്ചിരുന്നാൽ വെള്ളം വറ്റി കട്ടയായി പോകും. അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം.
ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം, അതായത് ഉലുവയില. ഇത് കയ്യിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കറിയിലേക്ക് ചേർക്കാം. കസൂരി മേത്തി ഇല്ലെങ്കിൽ മല്ലിയില ആയാലും കുഴപ്പമില്ല. കസൂരി മേത്തിയാണ് രാജ്മയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ പാൽപ്പാടയോ ഏതായാലും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. രാജ്മ കറി റെഡി. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രാജ്മ കറി സൂപ്പർ ടേസ്റ്റാണ്. താങ്ക് യു.